വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹരിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് കൊല്ലം ഭാഗത്തൊക്കെ കഞ്ഞിയുടെ ഒപ്പം അമ്പലങ്ങളിൽ ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ്. അസ്ത്രം എന്ന് പറയും. നമ്മൾ ചേമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം തൈര് ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ പുളിശ്ശേരി പോലെ തന്നെയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും അസ്ത്രം എല്ലാവർക്കും അറിയായിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഇവിടെ ചേമ്പ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 2 പേർക്ക് ഉണ്ടാക്കുന്ന അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ അളവ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും. എല്ലാം എന്താ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 4 ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് വെള്ളം, ഒരെണ്ണം മാത്രമേ വലുതുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒന്നിനെ ഞാൻ 2 കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന പീസസാണ്. അപ്പോൾ ഒരുപാട് വലുതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു ഇത്രയും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇത് മാത്രമല്ല, എരിവിന് നമ്മൾ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കുകയാണ്. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്തിൽ ഇപ്പം ഞാൻ ജസ്റ്റ് അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ. നമുക്ക് വേഗം ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നേ ഉള്ളൂ. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്കൊരു 3 പച്ചമുളക് ഒന്നല്ലെങ്കിൽ നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിനെ 2 നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 എണ്ണം, ഇതൊട്ടും എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം ഞാൻ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ചട്ടി ഒന്ന് ചൂടാവണം, വെള്ളം ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പം തന്നെ അരപ്പൊക്കെ അരച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സഡ് ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 മുതൽ ഒരു 1/2 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4ൻ്റെയും 1/2യുടെയും പകുതി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇത്രയും തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി. ഞാനിനി ഇത് ഒന്ന് അടച്ചു വെക്കുകയാണ്, ഒന്നാവാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് അരപ്പിൻ്റെ കാര്യം കൂടെ നോക്കാം കേട്ടോ. അരപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ഓൾറെഡി തേങ്ങ ഒരു 1/2 കപ്പിന് കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വരുന്ന മാതിരി ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി കുറച്ചുകൂടെ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കി എന്താണെന്നുള്ളത് ഞാൻ പറയാം. അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനത് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മഷി മാതിരിയല്ല, പക്ഷെ എന്നാലും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കഷ്ണമൊക്കെ ഒന്ന് വേവണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് തൈര് വേണം കേട്ടോ ഇതിൽ. അപ്പം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി വെന്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും മഞ്ഞളും കൂടെ അരച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ്, നല്ല തിക്കായിട്ടുള്ള ലൂസായിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്ക് തൈരും കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ വീണ്ടും തീ കൂട്ടി വെക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് തൈര് ചേർക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെയും ഗ്രേവി വരുന്നതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. ഇനി ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് വെള്ളം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ചാറ്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഞാൻ എത്രയാണ് ഒഴിക്കുന്നതെന്നുള്ളത്. നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കടുക് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് കടുക് വറക്കാനുള്ള പാത്രം വയ്ക്കാം. ഓക്കെ, കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടീസ്പൂൺ 2 ടീസ്പൂൺ വരുന്ന മാതിരി. അപ്പം എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം. ഇത് കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചത്, ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കളറൊന്ന് മാറട്ടെ. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടെ ഒരു 2 കൊട്ട് ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇവിടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അസ്ത്രം റെഡിയായി. ഇനി നല്ല കഞ്ഞിടൊപ്പോ ചോറിൻ്റെപ്പോ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം, എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലേവറൊക്കെ പോവാതെ ഇരുന്നോളും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.